പ്രിയമുള്ളവരെ, ശ്രീനിവാസൻ നടുവത്ത് മേപ്പാടിയാണ്. ഞാനിന്നൊരു 3 ഏക്കർ അടിപൊളി ഭൂമി പരിചയപ്പെടുത്താനാണ് വന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഭൂമിയാണത്. വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൻ്റെ പ്രത്യേകത, ടൂറിസത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് മേപ്പാടി പഞ്ചായത്ത്, അതുപോലെ വൈത്തിരി ഭാഗം. അതിന് മേപ്പാടി പഞ്ചായത്തിൽ മുക്കംകുന്നിൽ മനുക്കുന്ന് മലയുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ഭൂമിയാണ്. ഈ ഭൂമിയുടെ 2 ഭാഗത്തിലൂടെ നല്ല തെളിനീരുറവ, കണ്ണുനീര് പോലത്തെ ക്ലിയറായിട്ടുള്ള 2 നീരരുവികൾ ഒഴുകുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഈ പറമ്പിനോട് ചേർന്നാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഈ പറമ്പിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു 20 മീറ്റർ വിട്ടിട്ട് ഒഴുകുന്ന ഒരു അരുവിയാണ്. ചെറിയ ചെറിയ പാറകൾ അങ്ങിങ്ങായിട്ടുണ്ട്. നമുക്കതിലൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കല്ലൊന്നും പുറത്തേക്ക് നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് നമുക്ക് കല്ല് കിട്ടും. സമനില പ്രദേശമാണ്. നല്ല ദീർഘചതുരത്തിൽ കിടക്കുന്ന നല്ല ഷേപ്പുള്ളൊരു ഭൂമിയാണ്. അതുപോലെ തന്നെ നിരന്ന ഭൂമിയാണ്. കുണ്ടോ കുന്നോ ഒന്നുമില്ല, വളരെ നിരപ്പായി കിടക്കുന്ന ഒരു ഭൂമിയാണ്. നിലവിൽ ഇതിൽ കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധ കൃഷിയും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് കൃഷിക്കും അതുപോലെ തന്നെ ടൂറിസത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമിയാണ്. ബസ് റോഡിൽ നിന്ന് ഈ ഒരു ഭൂമിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു 200 മീറ്റർ മാത്രമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു കോളേജ് വരുന്നുണ്ട്. അതിനുള്ള ഭൂമി അവർ വാങ്ങിയിട്ട് അതിൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കയിൽ ഉരുള് പൊട്ടിയിട്ട് അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുന്ന 120ഓളം കുടുംബങ്ങൾ ഈ ഭൂമിയുടെ ഒരു 200 മീറ്റർ അപ്പുറത്താണ് താമസിക്കാൻ വരുന്നത്. അവർക്ക് അവിടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതൊക്കെ പറയാണ്ടായ കാരണം, ഇത് നമുക്ക് പല ചാൻസുള്ളൊരു ഭൂമിയാണ്. ഇത് നമുക്ക് പീസ് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതിലേക്കുള്ള റോഡ് 3 റോഡാണ് ഇതിലേക്കുള്ളത്. ഒരു റോഡ് 5 മീറ്റർ 16 അടി 17 അടി വീതിയുള്ള 2 വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ കഴിയുന്ന ഒരു ഭൂമിയാണ്. ടാർ റോട്ടിൽ നിന്നാണ് നമ്മുടെ റോഡിലേക്ക് ഇറങ്ങുന്നത്. അവിടെ നിന്ന് നമ്മളെ പറമ്പിലേക്ക് 5 മീറ്റർ വീതിയുള്ള വലിയ റോഡാണ് ഇതിലേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭൂമിയുടെ വടക്ക് വശത്തും തെക്ക് വശത്തും 2 റോഡുകൾ നമ്മളെ ഈ ഭൂമി ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഇത് പീസ് വർക്കിനാകുമ്പോൾ നമുക്ക് ആ 3 റോഡുകളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും. നിലവിലിപ്പോൾ അവിടെ 2 ലക്ഷം 2.5 ലക്ഷം വരെ 10 സെൻറ്റ് ഭൂമിക്ക് വില വരുന്ന ഒരു പ്രദേശത്താണ് ഈ ഭൂമി നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ വയനാട്ടിൽ പല സ്ഥലങ്ങളിലും വന്യമൃഗത്തിൻ്റെ ശല്യമുണ്ട്. ആന, കുരങ്ങ്, അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങളുടെ ശല്യമുള്ളതുകൊണ്ട് തന്നെ കൃഷികളൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയും പല പ്രദേശത്തുമുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു പ്രദേശത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് റിസോർട്ടിന് അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമിയാണ്. അതുപോലെ തന്നെ പീസ് വർക്കിന് അനുയോജ്യമായിട്ടുള്ള ഭൂമിയാണ്. കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഭൂമിയാണ്. എല്ലാത്തിനും പറ്റുന്ന ഒരു ഭൂമിയാണ്. എന്താവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു റിസോർട്ട് പ്രവർത്തിക്കുന്നുണ്ട് ബൗണ്ടറിയിലായിട്ട്. പിന്നെ ഈ പ്രദേശത്ത് ഒരുപാട് റിസോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ. നല്ല ഫോഗും അതുപോലെ നല്ല കൂളിങ്ങൊക്കെ ഉള്ളൊരു പ്രദേശമാണ്. വയനാട്ടിലെ ഏറ്റവും നല്ല കാലാവസ്ഥ കിട്ടുന്ന ഒരു പഞ്ചായത്താണ് മേപ്പാടി പഞ്ചായത്ത്. അതുപോലെ തന്നെ വൈത്തിരി പഞ്ചായത്ത്.
വടുവഞ്ചാല് ഭാഗമൊക്കെ ആ ഒരു പ്രദേശത്താണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇത് ന്യായമായ വില മാത്രമേ ഈ ഭൂമിക്ക് ഉള്ളൂ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്, അതിൽ ബന്ധപ്പെടുക. ഉണ്ടോ, നല്ല നിരന്ന് കിടക്കുന്ന ഭൂമിയാണ്. ഇതിൽ കുണ്ടോ കുന്നോ അങ്ങനെ യാതൊന്നുമില്ല. 100% ലെവലിൽ കിടക്കുന്ന ഒരു ഭൂമിയാണിത്. ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട് വയനാട് ജില്ലയിൽ ഭൂമി സംബന്ധമായിട്ടുള്ള. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് എന്നാണ്. ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള വസ്തു വിൽപ്പന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. വയനാട്ടിലോ വയനാട്ടിന് പുറത്തോ എവിടെയാണെങ്കിലും ഭൂമി വാങ്ങാനും വിൽക്കാനും ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ സഹായിക്കാറുണ്ട്. വയനാട്ടിലെവിടെ ഭൂമി വേണമെങ്കിലും വിൽക്കണമെങ്കിലും ഞങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഞാൻ പറഞ്ഞ തെക്ക് വശത്തൂടെയുള്ള റോഡാണിത്. 10 അടി വീതിയുള്ള റോഡാണ്. നമ്മുടെ പറമ്പിൻ്റെ ഒരു 50 മീറ്റർ അടുത്ത് വരെ കോൺക്രീറ്റ് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് 50 മീറ്റർ കൂടി നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറമ്പിൽ ഈ ഒരു റോഡെത്തും. അതുപോലെ